കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തില് അന്തിമ തീരുമാനമെടുക്കാന് കോൺഗ്രസ് അധ്യക്ഷന് മല്ലികാർജ്ജുന് ഖാർഗെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ കക്ഷിയോഗത്തില് പ്രമേയം പാസാക്കി. കെ.പി.സി.സി. അധ്യക്ഷന് സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒറ്റവരി പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പിന്തുണച്ചു. ഐകകണ്ഠ്യേനയാണ് യോഗം പ്രമേയം അംഗീകരിച്ചത്. ഇതോടെ മുഖ്യമന്ത്രി നിർണയത്തില് പന്ത് പൂർണ്ണമായും ഡൽഹിയിലെ ഹൈക്കമാൻഡ് കോർട്ടിലെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന നിർണായകമായ നിയമസഭാ കക്ഷിയോഗത്തില് എ.ഐ.സി.സി. നിരീക്ഷകരായ സംഘം ഓരോ എംഎൽഎമാരെയും നേരില് കണ്ട അഭിപ്രായം തേടുകയാണ്. കെ.സി. വേണുഗോപാല്, വി.ഡി. സതീശന്, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകള് സജീവമായി ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തില് എംഎൽഎമാരുടെ പിന്തുണ ആർക്കാണെന്ന് നിരീക്ഷകരെ രഹസ്യമായി ചോദിച്ചറിയും. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാന് പ്രാപ്തിയുള്ള ഒരാള് മുഖ്യമന്ത്രിയാകണമെന്ന വികാരമാണ് ഹൈക്കമാൻഡിനുള്ളത്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തെ നയിച്ച വി.ഡി. സതീശന് ലഭിക്കുന്ന ജനപിന്തുണ ഹൈക്കമാൻഡിനെ അമ്പരപ്പിക്കുന്നുണ്ട്. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രവർത്തകര് പന്തം കൊളുത്തി പ്രകടനം നടത്തി. എന്നാല് തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരില് ഭൂരിപക്ഷവും എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന് അനുകൂലമാണെന്നാണ് റിപ്പോർട്ടുകള്. തലയെണ്ണിയാല് വേണുഗോപാലിന് തന്നെയാണ് മുൻതൂക്കം. ത്രികോണപ്പോര് മുറുകുന്നതിനിടയില് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറ്റവും വിലമതിക്കുന്നത് മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയുടെ വാക്കുകൾക്കാണ്. സീനിയോറിറ്റിയും ഭരണപരിചയവും കണക്കിലെടുത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരവസരം കൂടി നൽകണമെന്ന നിലപാടിലേക്ക് ആന്റണി എത്തിയതായാണ് വിവരം. വി.എം. സുധീരനും സീനിയോറിറ്റിക്കൊപ്പം നിലയുറപ്പിച്ചത് ചെന്നിത്തലയുടെ സാധ്യതകള് വർദ്ധിപ്പിക്കുന്നു. പാർട്ടിയെ നയിക്കാന് പരിചയസമ്പന്നനായ നേതാവ് വേണമെന്ന ആന്റണിയുടെ സമവായ ഫോർമുല മുഖ്യമന്ത്രി നിർണയത്തില് നിർണായക വഴിത്തിരിവായേക്കും. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള നിരീക്ഷണ സംഘത്തില് ദീപാദാസ് മുൻഷി ഉൾപ്പെട്ടതിനെ വി.ഡി. സതീശന് ശക്തമായി എതിർത്തിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവര് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന സതീശന്റെ പരാതി തള്ളിക്കൊണ്ട് ദീപാദാസ് മുൻഷി ദൌത്യവുമായി മുന്നോട്ടു പോവുകയാണ്. അജയ് മാക്കന്, മുകുള് വാസ്നിക് എന്നിവർക്കൊപ്പം അവര് ഓരോ എംഎൽഎയുടെയും അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അണികള് തെരുവില് ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്ന അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. എംഎൽഎമാരുടെ ഭൂരിപക്ഷം, ജനപ്രീതി, സീനിയോറിറ്റി എന്നീ 3 ഘടകങ്ങളെയും തുലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിനാണ് ഡൽഹി ഒരുങ്ങുന്നത്. എ.കെ. ആന്റണിയുടെ നിലപാട് ഖാർഗെയും രാഹുല് ഗാന്ധിയും അംഗീകരിച്ചാല് രമേശ് ചെന്നിത്തല അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി കസേരയിലേക്കെത്തിയേക്കാം. അല്ലാത്തപക്ഷം സതീശന്റെ ജനപ്രീതിയും വേണുഗോപാലിന്റെ എംഎൽഎ പിന്തുണയും തമ്മിലുള്ള പോരാട്ടത്തില് ഹൈക്കമാൻഡ് ആരെ തുണയ്ക്കുമെന്നത് കണ്ടറിയണം.